മിനിറ്റ് കൊണ്ട് 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻ പഠിച്ചാലോ? നമ്മുടെ എക്സാമിന് ഉറപ്പായും ചോദിക്കുന്ന ഒരു ചോദ്യമാണിത്. ചോദ്യം നോക്കാം. The genetic structure of a person is given below. Analyze it and answer the questions. ഒരു വ്യക്തിയുടെ ജനിതക ഘടന ചുവടെ നൽകിയിരിക്കുന്നു. അത് വിശകലനം ചെയ്ത് ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക. അപ്പോൾ ജനിതക ഘടന എന്താ? 44 + XX ആണല്ലേ. വാട്ട് ഡു 44 ആൻഡ് XX ഇൻഡിക്കേറ്റ്? അതായത് 44 എന്താണ്, XX എന്താണെന്ന് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം, നമുക്ക് മൊത്തം 46 ക്രോമസോംസ് ആണ് ഉള്ളത്, അല്ലെ 23 ജോഡി. അതിലെ 44 എണ്ണം എന്ന് പറയുന്നത് എന്താണ്? സൊമാറ്റിക് ക്രോമസോംസ് ആണ് അല്ലേ, അതായത് സ്വരൂപ ക്രോമസോമുകൾ. അപ്പോൾ ഇവിടെ 44 എന്ന് പറയുന്നത് എന്താണ്? സ്വരൂപ ക്രോമസോമുകളാണ്. XX എന്ന് പറയുന്നത് എന്താണടാ? XX എന്ന് പറയുന്നത് അത് സെക്സ് ക്രോമസോംസ് ആണ്, ലിംഗനിർണയ ക്രോമോസോമുകളാണ്. ഓക്കെ, അത് എത്ര എണ്ണം ഉണ്ട്? ഒരു ജോഡി, 2 എണ്ണം. Is the person with this genetic structure male or female? Why? ഈ ജനിതക ഘടനയുള്ള വ്യക്തിയാണോ പെണ്ണോ? എന്തുകൊണ്ട്? അതായത് പെണ്ണാണ് അല്ലേ, പെണ്ണാണ്. എന്തുകൊണ്ടാണ് പെണ്ണായത്? പെണ്ണിന് 2 XX ക്രോമസോം ആണ് ഉള്ളതെങ്കിൽ ആണിനുള്ള സെക്സ് ക്രോമസോം, ലിംഗനിർണയ ക്രോമസോം എന്ന് പറയുന്നത് ഒരു എക്സും ഒരു വൈയും ആണ് അല്ലേ. ആ ഒരു ജോഡിയിൽ എന്തൊക്കെയുള്ളത്? XY ക്രോമസോംസ് ആണുള്ളത്. അപ്പോൾ ഇവിടെ XX അല്ലേ കൊടുത്തിരിക്കുന്നത്, അപ്പോൾ അതെന്താണ്? സ്ത്രീയാണ് അല്ലേ, പെണ്ണിൻ്റെ ആണ്, അതായത് ഫീമെയിലിൻ്റെ ആണ്. ഓക്കെ, അപ്പോൾ ഇത്തരത്തിലുള്ള ഏത് ചോദ്യം വേണമെങ്കിലും നിങ്ങൾക്ക് എഴുതാൻ സാധിക്കും ഈ ഒരൊറ്റ ടേബിൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ആ ടേബിൾ ഒന്ന് പഠിക്കാം അല്ലേ. അപ്പോൾ സ്ത്രീയുടെ ജനിതക ഘടന എന്ന് പറയുന്നത് 44 + XX ഉം പുരുഷൻ്റെത് 44 + XY ആണ്. അപ്പോൾ ഇവിടെ ജനിതക ഘടന, ആകെ ക്രോമസോമുകളുടെ എണ്ണം, സ്വരൂപ ക്രോമസോമുകളുടെ എണ്ണം, ലിംഗനിർണയ ക്രോമസോമുകളുടെ എണ്ണവും തരവും, ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ടേബിളിൽ നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ഫില്ല് ചെയ്യേണ്ടത്. അപ്പോൾ സ്ത്രീയുടെയും പുരുഷന്റെയും ഓരോന്നും എങ്ങനെയാണ് വരിക നമുക്ക് നോക്കാം അല്ലേ. അപ്പോൾ ജനറ്റിക് കോൺസ്റ്റിറ്റ്യൂഷൻ ഫീമെയിലിൻ്റെ എന്താണടാ? ജനിതക ഘടന 44 + XX ഉം 44 + XY ആണ് പുരുഷൻ്റെത്. ടോട്ടൽ നമ്പർ ഓഫ് ക്രോമസോംസ് 2 പേർക്കും 46. സൊമാറ്റിക് ക്രോമസോം, സ്വരൂപ ക്രോമസോമുകൾ 2 പേർക്കും 44. സെക്സ് ക്രോമസോംസ്, ലിംഗനിർണയ ക്രോമസോമുകൾ 2 പേർക്കും 2 എണ്ണമാണുള്ളത്. ഫീമെയിലിന് XX ആണെങ്കിൽ XY ആണ് മെയിൽ, പുരുഷന് വരുന്നത് കേട്ടോ. അപ്പോൾ ഈ ഒരൊറ്റ ടേബിൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ നിങ്ങൾക്ക് എന്താണ് ഏത് രീതിയിലുള്ള ചോദ്യവും നിങ്ങൾക്ക് എഴുതാൻ പറ്റും. അപ്പം അങ്ങനെയാണെങ്കിൽ മിസ് മക്കളോടൊരു ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ. അതായത് നമ്മുടെ എഗ് ഉണ്ടാവില്ലേ അല്ലേ, എഗ് അതായത് അണ്ടം ഉണ്ടാവില്ലേ, അണ്ടത്തിൽ മൊത്തം എത്ര ക്രോമസോമുകൾ ഉണ്ട് എന്നുള്ളത് നിങ്ങൾ മറക്കാതെ എന്ത് ചെയ്യുക? കമൻറ്റ് ചെയ്യുക.